ശംഖുപുഷ്പം ക്ലീൻ ചെയ്യാൻ പോവുക. ഇതിൻ്റെ ഇതെടുക്കും, ഈ ഉള്ളിലുള്ള എടുക്കത്തില്ല നമ്മൾ, മാത്രം ഈ ഇതെല്ലാം മാത്രം എടുക്കത്തുള്ളൂ. അപ്പോൾ ശംഖുപുഷ്പം ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് ചെമ്പരത്തി എടുക്കുക. അതും ഇതുപോലെ ഇതിൻ്റെ ഓരോരോ ഇത് മാത്രം ഇതൾ മാത്രം നമ്മൾ എടുക്കത്തുള്ളൂ. എടുത്തിട്ടാൽ നമ്മൾ അത് തിളപ്പിക്കാൻ എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ 3 ഐറ്റം സ്ക്വാഷിൻ്റെ 3 ഐറ്റം നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് പുതിനയോട് റെഡിയാക്കി, പുതിനയും ഇഞ്ചിക്കുള്ളതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ലെമൺ ഫ്ലേ കാണിച്ചല്ലോ. ഇപ്പോൾ 4 സ്ക്വാഷ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ജോലികൾ തുടങ്ങാൻ പോവുക. ആദ്യം നമുക്കിതിന് പഞ്ചസാര പാനി തിളപ്പിക്കണം. തിളപ്പിച്ച് അത് തണുപ്പിച്ചിട്ട് പിന്നെ ഇതെല്ലാം ഒന്നൊന്നായിട്ട് ഇതിനെല്ലാം എക്സ്ട്രാക്ട് എടുക്കണം. ഇത് അരച്ച് ഇതിൽ നമ്മൾ നീര് ഊറ്റിയെടുക്കണം. ഇതും അരച്ച് നീരെടുത്ത് വെക്കണം. ഇതെല്ലാം വന്ന് അടിയാൻ വെക്കണം. വൈറ്റ് കളറിൽ അടിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലൊഴിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത പ്രോസസ്സിന് വേണ്ടി പോകും.